ഉഹദ് യുദ്ധം, ഉഹദ് രണാങ്കണം നടക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധത്തെക്കുറിച്ച് വിശദമായി അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കേണ്ടത്. അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ ആദ്യം തന്നെ തൽക്കാലം ഏതായാലും ഉഹദ് യുദ്ധം പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് പണ്ട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഒരു ഫ്രഷ് മൈൻഡോടുകൂടി വരുന്നത് നല്ലതായിരിക്കും. കാര്യങ്ങളൊക്കെ ഒരാദ്യം കേൾക്കുന്ന ആളെ പോലെ കേൾക്കാൻ ശ്രമിച്ചാൽ, കാരണം കുറേ തെറ്റിദ്ധാരണകളുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിലാക്കിയതിൽ നമുക്ക് പിഴവ് പറ്റിയിട്ടുണ്ടാവും. ഒരു തുറന്ന മനസ്സോടുകൂടി ആദ്യമായി കേൾക്കുന്ന ഒരാൾ കേൾക്കുന്നത് പോലെ ശ്രവിക്കാൻ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റേതായ ഉപകാരം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആൽ ഇമ്രാനിൽ അല്ലാഹു ഉഹദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്ന സമയത്ത് ആരംഭത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരായത്തുണ്ട്. വലാ തഹീനു വലാ തഹ്സനു വ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈ ഒരു ആയത്ത് തന്നെയാണ് ഉഹദ് യുദ്ധം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പാഠവും. ഇനി നമ്മൾ അങ്ങോട്ട് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ വ്യക്തമായി തെളിഞ്ഞു വരുന്ന ഒരു വലിയ സന്ദേശമാണത്. വ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. എന്താ അർത്ഥം? വലാ തഹിനു, നിങ്ങൾ ദുർബലരാകരുത്. വലാ തഹ്സനു, നിങ്ങൾ ബേജാറാവേണ്ട, ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട. അതിനുശേഷം അള്ളാഹു പറഞ്ഞു വെക്കുന്ന വലിയൊരു പോയിൻ്റ് ഉണ്ട്. വ അൻതുമുൽ അഅലൗന, തീർച്ചയായും നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉയർന്നവർ. എപ്പം? ഒരു ചെറിയൊരു ഷർത്തും കൂടി അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ട്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉയർന്നവർ. ഈ ഒരു വാക്കുണ്ടല്ലോ, അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, ഇതൊരു എപ്പോഴും നമ്മുടെ കൺമുന്നിൽ ഉണ്ടാകേണ്ട ഒരു വാക്കാണ്. നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ കോറിയിടേണ്ട, രക്തം കൊണ്ട് എഴുതി വെക്കേണ്ട ഒരു വാക്കാണത്, അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. കാരണം ഒരു ഭാഗത്ത് ഇപ്പം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ട്, ഒരുപാട് ശത്രുക്കളുണ്ട്. അവരൊക്കെ നമ്മളെ തകർക്കാനും ഇല്ലായ്മ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം എന്ന നിലയിൽ മറുഭാഗത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈമാന്, തഖ്വ, യഖീന്, തവക്കുല്, അമല് സാലിഹാത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലാ തഹീനു വലാ തഹ്സനു, നമ്മൾ ഒരിക്കലും ദുർബലമാകുകയില്ല, നമ്മൾ ഒരിക്കലും ബേജാറിൽ അകപ്പെടുകയും ചെയ്യില്ല. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, എപ്പോഴും നമ്മൾ ഈമാനുള്ളവരാണെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും ഏറ്റവും ഉയർന്ന ആളുകൾ. ഇപ്പം നമുക്ക് വരുന്ന ഒരു വലിയ പ്രശ്നം, നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധി, ഒരു ഭാഗത്ത് ശത്രുക്കൾ അവരുടെ എല്ലാ സന്നാഹങ്ങളോടുകൂടി നമ്മളെ തകർക്കാൻ വരുമ്പം മറുഭാഗത്ത് നമ്മളെ പിടിച്ചു നിർത്തേണ്ട, നമ്മളെ ഉന്നതരാക്കി മാറ്റേണ്ട ഈമാൻ നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നു എന്നത് തന്നെയാണ്. പണ്ട് നമ്മൾ ഉസ്താദ് തമാശയ്ക്ക് പറയാറുണ്ട്, അഥവാ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അവരുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകളെ ശിക്ഷയുമായിട്ട് അയച്ചാൽ മലക്കുകൾ ഇവിടെ വന്നിട്ട് കൺഫ്യൂഷനായി പോകുന്ന, ഏതാ ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതാ ശത്രുക്കളെന്ന് ഓർക്ക് ചിലപ്പോൾ തിരിച്ചറിയാണ്ടായി പോകുന്ന ഒരവസ്ഥയില്ല ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമൂഹത്തെ കുറ്റം പറയേണ്ട, മുസ്ലിം സമുദായം അങ്ങനെയാണ്, ചെറുപ്പക്കാരികൾ ഇങ്ങനെയാണ്, ചെറുപ്പക്കാരങ്ങനെയാണ്, ആരെയും നമ്മൾ വേറെ ആളെ കുറ്റം പറയുന്നതിന് മുമ്പ് എന്നിലേക്ക് ഞാൻ നോക്കുക, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ നോക്കുക, എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് നോക്കുക, എത്രത്തോളം ഈമാനുണ്ട്, എത്രത്തോളം അമല സാലിഹാത്തുണ്ട്, ഞാൻ സ്വയം വിലയിരുത്തലിന് വേണ്ടിയിട്ട് തയ്യാറാകും. അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈമാനും അമല സാലിഹാത്തുമുള്ള ആളുകൾ അല്ലാഹു ഭൂമിയിലെ ഖലീഫമാരാക്കി മാറ്റുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉഹദ് യുദ്ധം പഠിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട സന്ദേശം വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും ഉയർന്നവർ. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ വാക്യമാണ്. ഇത് ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ലാത്ത വാഗ്ദാനമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ബദറിൽ മുശ്രിക്കീങ്ങൾക്ക് കനത്ത പരാജയമേറ്റു. അവരിലെ നേതാക്കളിൽ പലരും കൊല്ലപ്പെട്ടു. അബൂജഹലിനെ പോലെ, ഉത്ബയെ പോലെ, ഷൈബയെ പോലെ വലിയ വലിയ ആളുകൾ കൊല ചെയ്യപ്പെട്ടു. നമുക്കറിയാം, സാധാരണഗതിയിൽ അറബികളുടെ അന്നത്തെ രീതി നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ജാഹിലിയ കാലത്ത് ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ അതിൻ്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം നടത്തിയിരുന്നവരായിരുന്നു അറബികൾ, അല്ലേ? ഒരാൾ കൊല്ലപ്പെടണമെന്ന് തന്നെയില്ല, ഒരു
മൃഗം അപ്പുറത്തെ പോയിട്ട് അയാളുടെ വളപ്പിൽ ഒരു പുല്ല് തിന്നാൽ പോലും യുദ്ധത്തിന് ഇറങ്ങുന്നവരായിരുന്നു അന്നത്തെ കാലഘട്ടത്തെ അറബികളും. ഭയങ്കര അഭിമാനവും വർഗീയതയും അതുപോലെ തന്നെ പ്രതികാര രോഷമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 10-70 ആൾ ഒറ്റ ദിവസം കൊല ചെയ്യപ്പെട്ടു. അതും അവരുടെ പ്രധാനികൾ, നേതാക്കൾ. അന്ന് പറയപ്പെടുന്നത് മക്കത്തെ കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബം പോലും ഒരാളെങ്കിലും നഷ്ടപ്പെടാത്തതായിട്ടുണ്ടായിരുന്നില്ല എന്ന്. എല്ലാ കുടുംബത്തിലും ഒരാളെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലരുടെ വാപ്പ, ചിലരുടെ മകൻ, ചിലരുടെ കൊച്ചാപ്പ, എളാപ്പ, അല്ലെങ്കിൽ മൂത്താപ്പ, കാരണവർ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ കുടുംബത്തിലെയും ഒരാൾ വീതം നഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. ഒറ്റ ഒരാൾ നഷ്ടപ്പെട്ടാൽ, ഒറ്റ ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഈ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര വലിയ ആഘാതമായിരിക്കും. എത്രമാത്രം പ്രതികാരാഗ്നി, പ്രതികാര രോഷം അവരുടെ ഉള്ളിൽ ഇങ്ങനെ ആളി കത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ബദറിൽ തോറ്റു വന്നുടനെ അവരെടുത്ത ആദ്യ തീരുമാനം എത്രയും പെട്ടെന്ന് ഇതിനെതിരെ നമ്മൾ പ്രതികാരം വീട്ടും. മുസ്ലിമീങ്ങളെ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ തകർക്കും, മദീനയെ തരിപ്പണമാക്കും എന്നൊക്കെയാണ് അവർ ആദ്യം പ്രതിജ്ഞ എടുത്തത്. അതിനുവേണ്ടി അവർ ആദ്യം ചെയ്തത് ഇക്രമത്ത് ബിൻ അബി ജഹൽ, സഫ്വാൻ ബിൻ ഉമയ്യ, അബ്ദുല്ലാഹ് ബിൻ അബി റബിയ പോലെയുള്ള അന്നത്തെ വലിയ വലിയ നേതാക്കൾ നേരെ അബൂ സുഫിയാൻ്റെ അടുക്കലേക്ക് പോയി റളിയല്ലാഹു അൻഹു. നമുക്ക് ബദറിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉഹദിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഉഹദിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്നത്, എതിർഭാഗത്ത് നിൽക്കുന്ന അധിക നേതാക്കളും പിൽക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. ആലോചിച്ച് നോക്കിയാൽ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, സഹാബാക്കളുടെ കൂട്ടത്തിൽ തന്നെ വലിയ മഹത്വത്തിലെത്തിയ ആളുകളാണ്. ഒന്ന് ഇക്രിമത്ത് ബിൻ അബി ജഹൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇപ്പം ശത്രു സൈന്യത്തിൻ്റെ കൂടെയാണെങ്കിലും പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഏത് ദർജയിലെത്തി അദ്ദേഹം. രണ്ടാമത്തെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉഹദിലെ ശത്രുക്കളുടെ കൂട്ടത്തിലാണ്, പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എത്ര വലുതാണ്. പിന്നെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ ജുബൈർ ബിൻ മുത്തഇം, അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തുടങ്ങി, ഹിന്ദ് ബിൻ ഉത്ബ തുടങ്ങി കുറേ ആളുകൾ, ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള കുറേ ആളുകൾ പിൽക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പോൾ നമ്മൾ ഉഹദിൻ്റെ ചരിത്രം പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു നേരിടുന്ന ഒരു പ്രയാസം അത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ, സ്പീഡിൽ പറഞ്ഞു പോകുന്ന സമയത്ത് ചിലപ്പോൾ റളിയല്ലാഹു അൻഹു ഒക്കെ മറന്നു പോകും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും അവരോടുള്ള ബഹുമാനം കുറഞ്ഞു പോകരുത്. മനസ്സിലെപ്പോഴും പിന്നീട് അവർ സഹാബാക്കളായവരാണ്, ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് എന്നൊരു ചിന്ത ഉണ്ടാവണം. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ, ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് കൊല ചെയ്യപ്പെട്ടത്. സഫ്വാൻ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉടമസ്ഥനായ ഉമയ്യത്ത് ബിൻ ഖലഫും, ആ ഉമയ്യത്ത് ബിൻ ഖലഫിനെ ബിലാൽ റളിയല്ലാഹു അൻഹു കൊല്ലാൻ പോകുന്ന സംഭവമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ വേറൊരു മകനെയും കൂടി, അലി എന്ന് പറഞ്ഞ ഒരു മകനെയും കൂടി കൊല ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് 2 പേരെ നഷ്ടപ്പെട്ടെ, ഉപ്പയും സഹോദരനും. അപ്പോൾ ഇവരൊക്കെ നേരെ അബൂ സുഫിയാൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയൊരു കച്ചവട സംഘവുമായി തിരിച്ചെത്തിയല്ലോ, അബൂ സുഫിയാൻ അങ്ങനെ തിരിച്ചെത്തിയല്ലോ. ഈ കച്ചവട സംഘത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ മുഴുവൻ ലാഭവും മുസ്ലിമീങ്ങൾക്കെതിരെ പ്രതികാര നടപടി എടുക്കാൻ വേണ്ടി മാറ്റിവെക്കണം, വഖഫ് ചെയ്യണമെന്ന് അവരാവശ്യപ്പെട്ടു. അബൂ സുഫിയാൻ ആരെങ്കിലും ഒരാൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കണം. കാരണം അബൂ സുഫിയാന് അന്ന് ഏറ്റവും വലിയ പകയുള്ള ആളായിരുന്നു മുസ്ലിമീങ്ങൾക്കെതിരെ. അദ്ദേഹം അത് മുഴുവൻ വഖഫ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ ഈ സമ്പത്ത് മുഴുവൻ ഖുറൈശികൾ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വഖഫ് ചെയ്തു. അത് ചില്ലറ സമ്പത്തൊന്നും ആയിരുന്നില്ല, ഏകദേശം 1000 ഒട്ടകങ്ങൾ നിറയെ സമ്പത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതിനെ വീതിച്ച് അതിനെ ഒരു ഫണ്ടാക്കി മാറ്റിയപ്പം ഏകദേശം 50,000 ദീനാർ, 50,000 ദീനാറോളം ആ വസ്തുക്കളിൽ നിന്ന് മാത്രം മുശ്രിക്കീങ്ങൾക്ക് കിട്ടിയെന്ന്. 50,000 ദീനാർ, ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ അളവാണ്. 4 ദിർഹം കൂടുമ്പോഴാണ് ഒരു ദീനാർ ആകുന്നത്. 50,000 ദീനാർ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. 50,000 ദീനാർ അവർ ഒരുമിച്ച് കൂട്ടി. ഇതെപ്പോഴാണ്? ഒരു വർഷം മുമ്പേ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങൾ ശത്രുക്കളുമായി പോരാടി 3000-ഓളം വരുന്നവർക്കെതിരെ 700-ഓളം പേര് യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ചില്ലറ കാര്യമല്ല. 3000-ഓളം പേര് അവർ സജ്ജമാക്കിയത് 1 ഇയർ, ഒരു വർഷത്തെ പ്രിപ്പറേഷനായിരുന്നു, തയ്യാറെടുപ്പായിരുന്നു. ഒരു വർഷം മുമ്പ് ഇത്രയും വലിയ സമ്പത്ത് അവർ പ്രതികാരമെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഇതല്ലാതെ ബാക്കിയുള്ള ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും ചിലവ് ചെയ്യാം. ഫണ്ട് ഇങ്ങനെ അവർ ഓപ്പൺ ആക്കി വെച്ചു, അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല, ഇനിയും ആർക്ക് വേണമെങ്കിലും ചിലവഴിക്കാം. അങ്ങനെ പലരും അവരുടെ അഭിമാനം കാണിക്കാൻ വേണ്ടിയിട്ടും ഫഖ്ർ നടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചിലവഴിക്കാൻ തുടങ്ങി. ഈ വിഷയത്തിലാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്. ഇന്നല്ലദീന കഫറൂ യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദൂ അൻ സബീലില്ലാഹ് فسينفقونها ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون. ഇത്ര മനോഹരാന്നറിയോ ഖുർആൻ ആയത്ത്. അതിൻ്റെ അർത്ഥം അറിഞ്ഞു ഓതിയാലില്ലേ, ഇന്നല്ലദീന കഫറു, നബിയെ ഇന്നല്ലദീന കഫറു, അവിശ്വസിച്ച ഒരു കൂട്ടർ,
യുൻഫിഖൂന അംവാലഹും, അവർ അവരുടെ സമ്പത്തിനെ ചെലവഴിക്കുന്നു, ലിയസുദ്ദു അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടഞ്ഞു വെക്കാൻ. ശേഷം അള്ളാഹ് പറയുന്ന ഒരു രീതിയുണ്ട്, ഫസയുൻഫിഖൂനഹ, അവരങ്ങനെ ചെലവഴിക്കട്ടെ എന്ന്. ഫസയുൻഫിഖൂനഹ, അവർ പിന്നീട് അങ്ങനെ ചെലവഴിക്കട്ടെ. പക്ഷേ സുമ്മ തകൂനു അലൈഹിം ഹസ്റ, ഈ ചെലവഴിച്ച മുഴുവൻ സമ്പത്തും അവർക്ക് തന്നെ വലിയ ഖേദത്തിന് കാരണമായി മാറും നബി. സുമ്മ യുഗ്ലബൂൻ, എന്നിട്ടോ ഇതുകൊണ്ടൊക്കെ അവർക്ക് വിജയിക്കാൻ കഴിയും? ഇല്ല, വിജയിക്കാൻ കഴിയില്ല. സുമ്മ യുഗ്ലബൂൻ, പിന്നീട് അവർ തോൽപ്പിക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം വല്ലദീന കഫറു ഇല ജഹന്നമ യുഹ്ശറൂൻ, ഖിയാമത്ത് നാളിൽ ഈ അവിശ്വാസികൾ നരകത്തിലേക്ക് ഇങ്ങനെ വഴിതളിച്ചു കളിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മുടെയൊക്കെ ഈമാന് ശരിക്കും രൂഢമൂലമായതാണെങ്കിൽ ഈ ആയത്തൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വലിയ കോർപ്പറേറ്റ് ഭീമന്മാരും വലിയ കമ്പനികളൊക്കെ എതിർഭാഗത്താണുള്ളത്. അവരൊക്കെ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കോടിക്കണക്കിന് പൈസ ചെലവഴിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ആയത്ത് വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി പലരും സമ്പത്തുകൾ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കും. അള്ളാഹ് എന്താ പറയുക? ഫസയുൻഫിഖൂനഹ, നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങളുടെ കൂടെ ആരുണ്ട്? അള്ളാഹുണ്ട്. ഫസയുൻഫിഖൂന, അവരങ്ങനെ കോടികൾ ചെലവഴിക്കട്ടെ. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അങ്ങനെ ചെലവഴിച്ച കോടികളുടെ കണക്കൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ വ്യക്തമാക്കി പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ തന്നെ അത് ആലോചിച്ചാൽ മതി. കോടിക്കണക്കിന് രൂപയാണ് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഫസയുൻഫിഖൂനഹ, നബി അവർ ചെലവഴിക്കട്ടെ. സുമ്മ തകൂനു അലൈഹിം ഹസ്റ, പക്ഷേ അവർക്ക് തന്നെ ഇത് പിന്നെ ഖേദത്തിന് കാരണമായി മാറും. സുമ്മ യുഗ്ലബൂൻ, പിന്നീട് അവർ പരാജയപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ നമ്മളതൊന്നും കണ്ടിട്ട് ബേജാറാണ്ട ആവശ്യം. നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ജാഗ്രത വേണം, ഭീതി വേണ്ട, പേടി വേണ്ട, പക്ഷെ നമുക്ക് എപ്പോഴും ജാഗ്രത വേണം. നമ്മൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ നമ്മുടെ ഈമാൻ ശരിയാണോ? അങ്ങനെയാണെങ്കിൽ വഅൻതുമുൽ അലൂന ഇൻ കുൻതും മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. അപ്പോൾ 1 വർഷം മുമ്പ് ഇവർ പ്രിപ്പറേഷൻ തുടങ്ങി. ഇനി അടുത്ത കുറേ നാൾ ബാക്കിയുണ്ട് യുദ്ധത്തിന്. പക്ഷെ എല്ലാവരുടെയും ഈ പ്രതികാരാഗ്നി അണയാതെ കാത്തു സൂക്ഷിക്കണം, ആ ആവേശം അതുപോലെ നിലനിർത്തണം. അതിനുവേണ്ടി അവരെന്താ ചെയ്തത്? അന്നത്തെ ഏറ്റവും പവർഫുള്ളായ മീഡിയ തന്നെ അവർ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു, അല്ലേ? നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ, ഒരു മഹലിൽ ഒരു വലിയ പരിപാടി വരുന്നു. ആ പരിപാടി നമ്മൾ 2 മാസം മുമ്പുള്ള പള്ളി കമ്മിറ്റിയുടെ ജനറൽ ബോഡിയിൽ നമ്മൾ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് എല്ലാവരുടെയും ആവേശം അങ്ങനെ തന്നെ നിലനിർത്താനും പരിപാടിയിൽ പരമാവധി ആളുകൾ സംബന്ധിക്കാനും നമ്മൾ ചെയ്യുക, ആദ്യം ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഇറക്കും, അല്ലേ? നമ്മളെ നാട്ടിൽ ഏറ്റവും നല്ല മീഡിയ, സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് പരമാവധി പ്രചരണം നടത്തും. ഒരു പോസ്റ്റർ ആദ്യം ഉണ്ടാക്കും, പിന്നെ അവസാനം ഒരു 2 ആഴ്ച കൂടുമ്പം എല്ലാ ദിവസവും ഓരോ പോസ്റ്റർ ഇറക്കും. 10 ദിവസം മാത്രം ബാക്കി ഉണ്ടാകുമ്പോൾ ഒരു കൗണ്ട് ഡൗൺ പോസ്റ്റർ, ഇനി 10 നാൾ, അടുത്ത ദിവസം ഇനി 9 നാൾ, ഇനി 8 നാൾ എന്ന് പറഞ്ഞ കൗണ്ട് ഡൗൺ പോസ്റ്റർ ഉണ്ടാക്കും. പിന്നെ പരിപാടി നടക്കുന്നതിന് 2 ദിവസം മുമ്പ് 1-2 പോസ്റ്റർ തന്നെ ഓരോ ദിവസം നമ്മൾ ഇറക്കും. ഇങ്ങനെ നമ്മൾ ആവേശം കത്തിച്ച് നിർത്താൻ വേണ്ടി പലതും ചെയ്യുമല്ലോ. അന്നത്തെ മുശ്രിക്കീങ്ങളും ഈ മുശ്രിക്കീങ്ങളുടെ ആവേശം അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അന്നത്തെ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഏതായിരുന്നു അന്നത്തെ മീഡിയ? കവിത. അന്ന് കവിത, പാട്ട് പാടിയിട്ടാണ് ആളുകളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 2 കവികളെയായിരുന്നു അവർ സമീപിച്ചത്. ഒന്ന് അബു അസ്സ അൽ ജുമഹിയും 2 മുസാഫി ഇബ്നു അബ്ദി മനാഫ് അൽ ജുമഹി, 2 പേരാണ്. ഇതിൽ അബു അസ്സ അൽ ജുമഹി എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് മുമ്പ്. എപ്പോഴാണെന്നറിയോ? നമ്മൾ ബദർ പറഞ്ഞപ്പം ബദറിലെ തടവുകാരെ കുറിച്ച് പറഞ്ഞ സമയത്ത് ചില തടവുകാരെ റസൂലുള്ള കൊന്നുകളഞ്ഞു, മറ്റു ചിലരെ ഫിദിയ വാങ്ങിയിട്ട് വിട്ടയച്ചു, വേറെ ചിലരെ അൻസാരികളായ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, അതിന് പകരമായിട്ട് വിട്ടയച്ചു. ഇതൊന്നുമല്ലാത്ത 4മതൊരു കൂട്ടരുണ്ടായിരുന്നു, ഒന്നും വാങ്ങാതെ നിരുപാധികം റസൂലുള്ള മാപ്പ് കൊടുത്ത് വിട്ടയച്ചവർ. അവരിൽ ഒരാളായിരുന്നു അബു അസ്സ അൽ ജുമഹി. ഇയാൾ വലിയ പദ്യകാരനായിരുന്നു, ഷായിറായിരുന്നു. ഇയാൾ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ദരിദ്രനാണ്, എനിക്ക് ഒരുപാട് പെൺകുട്ടികളുണ്ട്, അങ്ങ് എന്നെ പിടിച്ചു വെച്ചാലും അവരെല്ലാം അനാഥരായി പോകും, എനിക്ക് ഫിദിയ തരാൻ കാശുമില്ല, അതുകൊണ്ട് അങ്ങ് എന്നെ വിടണം. അതിന് പകരമായിട്ട് എൻ്റെ കയ്യിൽ ഒരു പവർഫുള്ളായ ഒരു മീഡിയ ഉണ്ട്, പദ്യമുണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് അങ്ങേക്കെതിരെ ഇനി ആരെയും ഇളക്കി വിടൂല, അങ്ങേക്കെതിരെ ഞാൻ ഒരു പദ്യവും പാടൂല എന്ന് നബി തങ്ങളോട് ഒരു ഉറപ്പ് കൊടുത്തിട്ട് ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ വെറുതെ വിട്ടു. അപ്പോൾ ഇയാൾ പക്ഷേ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള, സ്വാധീനമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ സഫ്വാൻ ബിൻ ഉമയ്യ നേരെ ഇയാളെടുത്ത് വന്നിട്ട് ഇയാളോട് റസൂലുള്ളാഹിക്കെതിരെ പാട്ട് പാടണം, ആളുകളൊക്കെ ഇളക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആൾ ആദ്യ സമയത്ത് തയ്യാറായില്ല. ഞാൻ അങ്ങനെ ചെയ്യൂല, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് ഞാൻ ഇതിന് മുതിരൂല എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ സഫ്വാൻ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ യുദ്ധത്തിൽ നീ ജയിക്കുകയാണെങ്കിൽ നീ തിരിച്ച് സുരക്ഷിതനായിട്ട് വരികയാണെങ്കിൽ നിനക്ക് ഞാൻ നിൻ്റെ ദാരിദ്ര്യം തീർക്കുന്ന തരത്തിൽ സമ്പത്ത് തരാം, നിനക്ക് ഞാൻ ചിലവ് കഴിക്കാം. ഇനി അഥവാ നീ കൊല്ലപ്പെടുകയാണെങ്കിൽ നിൻ്റെ പെൺകുട്ടികൾ എൻ്റെ പെൺകുട്ടികളെ പോലെ ആയിരിക്കും, എൻ്റെ വീട്ടിൽ
എൻ്റെ മക്കളുടെ കൂട്ടത്തിൽ നിൻ്റെ പെൺകുട്ടികളും വളരും എന്ന് വലിയൊരു ഓഫർ കൊടുത്തു. ആ ഓഫറിൽ ഇയാൾ വീണുപോയി. അങ്ങനെ ഇയാൾ റസൂലുള്ളാഹിക്കെതിരെയും മുസ്ലിമീങ്ങൾക്കെതിരെയും ശത്രുക്കളുടെ പ്രതികാരാഗ്നി ആളിക്കത്തിക്കുന്ന തരത്തിൽ പാട്ടുകൾ പാടി ആളുകളെ ഇങ്ങനെ ഇളക്കി വിടാൻ വേണ്ടി തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. അവസാനം ഉഹദ് യുദ്ധത്തിൻ്റെ അവസാനത്തിൽ തടവുകാരുടെ കൂട്ടത്തിൽ ഒരൊറ്റ മുശ്രിക്കിനെ തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ളൂ. അതാരായിരുന്നു? ഈ പറഞ്ഞ അബു അസ്സ അൽ ജുമഹി എന്ന് പറഞ്ഞ ഇയാളെ മാത്രമേ അന്ന് തടവുകാരായിട്ട് പിടിക്കുള്ളൂ. മറ്റേ ബദർ യുദ്ധത്തിൽ ഒരുപാട് തടവുകാരുണ്ടായിരുന്നല്ലോ. ഇവരുടെ കൂട്ടത്തിൽ ഈ ഒറ്റ മനുഷ്യൻ മാത്രമേ തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ളൂ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. നബി തങ്ങളോട് അപ്പോഴും അയാൾ വീണ്ടും വരുന്നു, നബിയെ എനിക്ക് മാപ്പ് തരണം, എൻ്റെ പെൺകുട്ടികളാണ് എനിക്കുള്ളത്, അവർ പട്ടിണിയായി പോകുന്നൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ് പ്രസിദ്ധമായ ഹദീസ് പറയുന്നത്, ലാ തംസഹു ആരിളൈക ബിമക്ക വതഖൂൽ സഖിർതു മിൻ മുഹമ്മദ മർറതൈൻ. നീ ഇനി മക്കത്ത് പോയി നടന്ന് ഇങ്ങനെ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം ഞാൻ വഞ്ചിച്ചു കേട്ടോ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. അതിനുശേഷമാണ് റസൂലുള്ളാഹി പറയുന്നത്, ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ഹുജ്രിൻ മർറതൈൻ. ഒരിക്കലും ഒരു പൊത്തിൽ നിന്ന് 2 തവണ ഒരു മുഅ്മിനിന് കൊത്തേക്കൂലാണ്. മനസ്സിലായോ? നമ്മൾ പണ്ടേ ഒരു പഴഞ്ചൊല്ല് പോലെ പറയുന്നില്ല, അത് റസൂലുള്ളാഹി ആദ്യമായിട്ട് പറയുന്നത് ഈ സംഭവത്തിലാണ്. ഒരു പൊത്തിൽ നിന്ന് മുഅ്മിനാണെങ്കിൽ അവൻ ഒരിക്കലും 2 പ്രാവശ്യം കൊത്തേക്കൂലെന്ന്. അതായത് മുഅ്മിൻ എപ്പോഴും ഒരു ചത്ത ബുദ്ധിയുടെ ഉടമസ്ഥനായിരിക്കില്ല. അവൻ്റെ ബുദ്ധി എപ്പോഴും ഉണർവുള്ളതായിരിക്കും. അവൻ കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കും. ഒരു സ്ഥലത്ത് നിന്ന് ആദ്യം ഒന്ന് വഞ്ചിക്കപ്പെട്ടാൽ പിന്നെ രണ്ടാമത് വഞ്ചിക്കപ്പെടാനായിട്ട് അവൻ്റെ തല അവിടെ വെച്ചു കൊടുക്കൂല എന്നാണ്. ഇവിടെയും നമുക്ക് പഠിക്കാനും പാഠമാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പം എന്തൊക്കെ ബിസിനസ്സുകൾ വന്ന് തുടങ്ങിയാലും നമ്മളതിൽ പൈസ ഇടും. അതൊക്കെ 8 നിലക്ക് പൊട്ടുന്നു നമുക്ക് തെളിയിക്കപ്പെട്ട ഉറപ്പായ പല ബിസിനസ്സുകളുണ്ട്. പക്ഷെ അതേ ബിസിനസ് മണി ചെയിൻ പോലെയുള്ള അതേ ബിസിനസ് പുതിയ ഒരാൾ കൊണ്ടുവന്നാൽ വീണ്ടും നമ്മൾ അതിൽ പൈസ ഇടും. അങ്ങനെ പൊട്ടി തകർന്ന് കടകളൊക്കെ അടക്കപ്പെട്ട് അല്ലെങ്കിൽ അയാൾ ആ കച്ചവടം ചെയ്ത ആൾ വീടൊക്കെ പൂട്ടി മുങ്ങിയാൽ അതിൻ്റെ മുമ്പിൽ നീതി ചോദിച്ച് ക്യൂ നിൽക്കുന്ന ആളുകളെ നമ്മൾ നോക്കിയാൽ ഇപ്പോഴും അധികവും ബുർക്കക്കാരായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം നാമം ധരിച്ച ആളുകളായിരിക്കും. ഒരിക്കലും അത് പാടില്ല. നമുക്ക് ഒരു പൊത്തിൽ നിന്ന് എത്ര കൊത്ത് കൊള്ളാൻ പറ്റും? ഒരു കൊത്തേ കൊള്ളാൻ പറ്റും. മുഅ്മിനാണെങ്കിൽ അവൻ എപ്പോഴും ജാഗരൂകനായിരിക്കണം. അവൻ എല്ലാവരും പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്നു കൊടുക്കുന്നവനായിരിക്കരുത്. ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ഹുജ്രിൻ മർറതൈൻ. ഒരു മുഅ്മിനും ഒരു പൊത്തിൽ നിന്ന് 2 പ്രാവശ്യം കൊത്തുകൊള്ളരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് മുസ്ലിമായി. ഇപ്പോൾ ജുബൈർ ഇബ്നു മുത്ഇം ശത്രുക്കളുടെ ഭാഗത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു അടിമയുണ്ട്, വഹ്ഷി എന്ന പേര് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ വിചാരിച്ചത് ഹിന്ദിൻ്റെ അടിമയാണ് വഹ്ഷി. അല്ല. ആരുടെ അടിമയാണ് വഹ്ഷി? ജുബൈർ ഇബ്നു മുത്ഇം അദ്ദേഹത്തിൻ്റെ അടിമയാണ് വഹ്ഷി. വഹ്ഷിയുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് ഈ ജുബൈർ ഇബ്നു മുത്ഇമിൻ്റെ കൊച്ചാപ്പ തുഐമ ഇബ്നു അദി എന്ന് പറഞ്ഞാൽ ബദറിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ശത്രുക്കളുടെ കൂട്ടത്തിൽ. വഹ്ഷിയോട് പോയിട്ട് പറഞ്ഞു, അഥവാ എൻ്റെ കൊച്ചാപ്പക്ക് പകരം നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചാപ്പ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബിനെ നീ കൊല ചെയ്യുകയാണെങ്കിൽ ഫഅൻത ഹുർറുൻ, നീ സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ വഹ്ഷിയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒന്ന് സ്വാതന്ത്ര്യം എന്നുള്ളത്. അപ്പം നീ സ്വതന്ത്രനായിരിക്കുന്ന ജുബൈർ ഇബ്നു മുത്ഇമിൻ്റെ ഈ വലിയ വാഗ്ദാനം ലഭിച്ചപ്പോൾ വഹ്ഷിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വഹ്ഷി എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര കുന്തമെറിയുന്ന ആളായിരുന്നു. വഹ്ഷി എറിയുന്ന കുന്തമൊന്നും ഒരിക്കലും ഉന്നം തെറ്റൂലായിരുന്നു എന്ന് ശത്രുക്കൾക്ക് മുഴുവൻ അറിയാമായിരുന്നു, മുശ്രിക്കീങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. വഹ്ഷിക്ക് ഇങ്ങനത്തെ വലിയ ഓഫർ കിട്ടി. വഹ്ഷി അതിന് വേണ്ടിയിട്ട് തയ്യാറാവാൻ വേണ്ടി തുടങ്ങി. ഇതേ സമയത്താണ് ഹിന്ദ് ബിൻത് ഉത്ബയുടെ മകൾ ഹിന്ദിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. കൊച്ചാപ്പ മരിച്ചു, ഉപ്പ മരിച്ചു, സഹോദരൻ മരിച്ചു, 2-3 ആളുകൾ ബദറിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹിന്ദിന് ഭയങ്കര ശക്തമായ പകയുണ്ടായിരുന്നു മുസ്ലിങ്ങളോട്. ഹിന്ദ് നടന്നു പോകുന്ന വഴിക്കൊക്കെ വഹ്ഷിയെ കാണുമ്പോൾ ഈ ഹിൻ അബാദസ്മ ഇഷ്ഫി വഷ്തഫി എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ ആവേശം കൊള്ളിക്കുകയായിരുന്നു. ഈ ഹിൻ അബാദസ്മ, ഒരിക്കലും പരാജയപ്പെടരുത് കേട്ടോ, നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഞങ്ങളുടെയൊക്കെ മനസ്സിലെ മുറിവിനെ ഉണക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആവേശം കൊള്ളിക്കുകയായിരുന്നു. അങ്ങനെ മക്ക മുഴുവൻ ഇങ്ങനെ തയ്യാറെടുക്കുക. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ സമ്പത്തുകളൊക്കെ സമാഹരിക്കുന്നു, തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നു. അങ്ങനെ ഏകദേശം ഷവ്വാലിൻ്റെ ആദ്യ പകുതിയിൽ, കറക്റ്റ് ഡേറ്റ് ചരിത്രകാരന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായമുണ്ട്, 7 കഴിഞ്ഞിട്ടാണെന്നും 6-നാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും ഒരു ശനിയാഴ്ചയാണ് ഇവർ പുറപ്പെടുന്നത്. പുറപ്പെടുന്ന സമയത്ത് 3000-ഓളം പേരുണ്ടായിരുന്നു ഇവരുടെ കൂടെ. ഓർമ്മ വേണേ, ശേഷം നമ്മൾ മുസ്ലിമീങ്ങളുടെ എണ്ണം പറയുമ്പം ഇത് ഓർക്കണം. 3000 പേരുണ്ടായിരുന്നു. 3000 പേർക്ക് 3000 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു യാത്ര ചെയ്യാൻ. ഈ 3000 ഒട്ടകങ്ങൾ കൂടാതെ 200 കുതിരകളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് ജന്നബു ഹത്തൂല തരീഖ്ന, യാത്രയിലുടനീളം ഒറ്റ കുതിരയെ പോലും അവർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. 200 കുതിരയും എക്സ്ട്രാ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള, ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടി. ഇപ്പം അതിനെ മേലെ യാത്ര ചെയ്ത് ക്ഷീണിപ്പിക്കാൻ പറ്റില്ല. യുദ്ധത്തിൽ കൊടുമ്പരി കൊള്ളുമ്പം അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയായിട്ട് മുഴുവൻ യാത്രയിലും അവർ 200 കുതിരകളെ വേറെ തന്നെ വെച്ചു. അവരുടെ കൂട്ടത്തിൽ 700 ദിറ,
പടച്ചട്ട അണിഞ്ഞവർ ഏകദേശം 700ഓളം പേരുണ്ടായിരുന്നു. ഇത് പ്രത്യേകം എടുത്തു പറയും. ഓരോ യുദ്ധത്തിലും പടച്ചട്ട പടയങ്കി അണിഞ്ഞ ആളുകൾ എത്ര ഉണ്ടായിരുന്നു പ്രത്യേകം എടുത്തു. കാരണം എന്താ, അങ്ങനെയുള്ള ആളുകൾ യുദ്ധത്തിൽ ഉണ്ടാകുന്നത് വലിയ ശക്തിയാണ്. കാരണം വലിയ വലിയ സൈന്യങ്ങൾക്കിടയിലേക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് കടന്നു പോകാൻ പറ്റും, വെട്ടും കുത്തു വെക്കൂലല്ലോ. അപ്പോൾ പടച്ചട്ട ഉള്ള ആളുകൾ തന്നെ എത്ര പേരുണ്ട്? 700 പേരുണ്ട്. 3700 പേര്. മൊത്തം ടീമിൻ്റെ നേതാവ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതേപോലെ കുതിരപ്പടയാളികളുടെ നേതാവ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സഹായിക്കാൻ ഇക്രിമത്ത് ഇബ്നു അബീ ജഹലും ഉണ്ട്. കാലാൾ പടയുടെ നേതാവ് സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു, പിന്നീട് അവരൊക്കെ മുസ്ലിമായി. സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതേപോലെ അവരുടെ കൊടി പിടിച്ചിരുന്നത് ബനു അബ്ദിദ്ദാർ എന്ന് പറഞ്ഞ ഗോത്രമായിരുന്നു. ടോട്ടൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 3000 പേര്. എത്ര കുതിരകളുണ്ട്? 200. ഒട്ടകങ്ങളോ? 3000 ഒട്ടകങ്ങളുണ്ട്. പടച്ചട്ട അണിഞ്ഞവർ എത്ര പേരുണ്ടായിരുന്നു? 700 പേരുണ്ടായിരുന്നു. മൊത്തം സൈന്യത്തിൻ്റെ നേതാവ് അബൂ സുഫിയാൻ, കുതിരപ്പടയാളികളുടെ നേതാവ് ഖാലിദ് വലീദ്. ആരാ സഹായിയായിട്ടുള്ളത്? ഇക്രിമ ഇബ്ൻ അബി ജഹൽ. കാലാൽ പടയുടെ നേതാവ് സഫ്വാൻ ഇബ്നു ഉമയ്യ. കൊടി പിടിച്ചിരുന്നത് ബനു അബ്ദിദ്ദാർ ഗോത്രാണ്. ബാക്കിയുള്ള ബദറിൻ്റെയും ബാക്കിയുള്ള യുദ്ധങ്ങളുടെയൊക്കെ ഇല്ലാതിരുന്ന ഉഹദിൽ മാത്രമുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ശത്രുക്കൾ അവരുടെ നേതാക്കളായ ആളുകളുടെ കൂട്ടത്തിൽ അവരുടെ പെണ്ണുങ്ങളെയും കൂട്ടി എന്നുള്ളതാണ്. ബദറിൽ അബൂജഹൽ ഭാര്യയൊന്നും കൂട്ടിയിട്ടായിരുന്നില്ല വന്നിരുന്നത്. പക്ഷേ ഇവിടെ ഏകദേശം 15ഓളം നേതാക്കൾ അവരുടെ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ടുണ്ട്. അബൂ സുഫിയാൻ ഹിന്ദിനെ കൂട്ടിയിട്ടാണ് വന്നത്. ഇക്രിമ ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹും അവരെ കൂട്ടിയിട്ടാണ് വന്നത്. അമർ ബിൻ ലാസ് ഭാര്യയെ കൂട്ടിയിട്ടാണ് വന്നത്. ജുബൈർ ഇബ്നു മുത്ഇം ഭാര്യയെ കൂട്ടിയിട്ടാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യ ഭാര്യയെ കൂട്ടി ഏകദേശം 15ഓളം പെണ്ണുങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ വന്നു. കാരണം എന്തിനാ? ഇവർ ആവേശം കൊള്ളിക്കാനും അഥവാ പിന്തിരിഞ്ഞോടുമ്പം ഇവരെ തിരിച്ചയക്കാനും വേണ്ടിയിട്ട്. ഈ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായിട്ടും പറയപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഖുനാസ് ബിന്ത് മാലിക്കും അവരുടെ മകൻ്റെ പേര് അബു അസീസ് ഇബ്നു ഉമൈർ എന്നാ. ഇബ്നു ഉമൈർ എന്നുള്ള പേര് എവിടെയും കേട്ടിട്ടുണ്ടോ? ഇബ്നു ഉമൈർ, മുസ്അബ് ഇബ്നു ഉമൈർ. അപ്പോൾ ഈ ഖുനാസ് അവരുടെ മകൻ അബു അസീസ് ഇബ്നു ഉമൈർ. അപ്പോൾ ഖുനാസ് ആരാ? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയും ശത്രുക്കളുടെ കൂട്ടത്തിൽ. ഈ മുസ്അബ് ഇബ്നു ഉമൈർ അള്ളാഹിനെ എവിടെയാണ് കൊല്ലപ്പെടുന്നത്? ഉഹദിൽ വെച്ചിട്ടാണ് കൊല ചെയ്യുക. ഈ ഉഹദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്തിൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പെണ്ണുങ്ങളിൽ ഒരാളായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. യുദ്ധം ചെയ്യുന്നത് ആരാ? ഉമ്മ അടക്കമുള്ള സൈന്യത്തോടാണ്. ഉമ്മ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് മക്കത്ത് നിന്നിട്ട്. അതൊക്കെ നമുക്ക് ചരിത്രം അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഉമ്മ പങ്കെടുത്ത യുദ്ധത്തിലാണ് അദ്ദേഹം. ഈ ഉമ്മയുടെ ഗോത്രം ഏതാണെന്നറിയോ? ബനു അബ്ദിദ്ദാർ. ബനു അബ്ദിദ്ദാർ തൊട്ടു നമ്മൾ ഏത് ഗോത്രത്തിലാണ് പറഞ്ഞത്? ബനു അബ്ദിദ്ദാർ ഗോത്രത്തിൻ്റെ അടുക്കൽ തൊട്ടും മറന്നുപോയാ? കൊടി ഏത് ഗോത്രത്തിലുണ്ടായിരുന്നു? ബനു അബ്ദിദ്ദാർ. ഈ ബനു അബ്ദിദ്ദാർ ഗോത്രത്തിലാണ് ആര്? മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ. ഉഹദിൽ മുസ്ലിമീങ്ങളുടെ കൊടി ആരുടെ കയ്യിലായിരുന്നു? മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ നോക്കിയിട്ടാക്കിയ അവരുടെ കൊടി ആരുടെ കയ്യിലാണ്? മുസ്അബ് റളിയല്ലാഹുവിൻ്റെ ഉമ്മയടക്കമുള്ള ബനു അബ്ദിദ്ദാർ ഗോത്രത്തിൻ്റെ കയ്യിലാണ് അവരുടെ കൊടിയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാ മെയിൻ കൊടി കൊടുത്തത്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനാണ് കൊടി കൊടുത്തത്. കാരണം എന്താ? അദ്ദേഹവും അവരുടെ അതേ ഗോത്രത്തിൽപ്പെട്ട സഹാബിയായിരുന്നു. അങ്ങനെ ഇവർ ശനിയാഴ്ച ഈ മുഴുവൻ സെറ്റപ്പോയി തയ്യാറെടുപ്പുമായിട്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പം തന്നെ നബി തങ്ങളുടെ കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിവരം മുഴുവനും വെച്ചുകൊണ്ട് ഒരു കത്തെഴുതി. നബി തങ്ങളെ അറിയിക്കണമല്ലോ. അബ്ബാസ് റളിയല്ലാഹു അപ്പോഴും മുസ്ലിം ആയിട്ടില്ല. ബദറിൽ ശത്രുക്കളുടെ കൂടെ നിർബന്ധപൂർവ്വം ഇറങ്ങി പുറപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇങ്ങനൊരു സൈന്യം പുറപ്പെടുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ 3000 പേരാണുള്ളത്, 200 കുതിര. എല്ലാ വിവരവും വെച്ചിട്ട് ഒരു കത്തെഴുതി. എന്നിട്ട് ആ ഭൃത്യനോട് പിന്നെ തൻ്റെ അനുചരനോട് എത്രയും പെട്ടെന്ന് റസൂലുള്ളാഹിക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. അയാൾ ആ വാക്ക് പാലിക്കുകയും 7 ദിവസം കൊണ്ട് 8 ദിവസം കൊണ്ട് എത്തേണ്ട ദൂരം 400-500 കിലോമീറ്റർ ദൂരം വെറും 3 ദിവസം കൊണ്ട് ഓടിപ്പിടിച്ച് എത്തുകയും ചെയ്തു. അപ്പം ഞായർ, തിങ്കൾ, ചൊവ്വ, ഏകദേശം ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ ദൂതൻ കത്തുമായി എത്തി. നബി തങ്ങൾ അപ്പോൾ ഖുബായിലായിരുന്നു ഉണ്ടായിരുന്നത്. അതീവ രഹസ്യമായ കത്ത് ആ ഭൃത്യൻ അല്ലെങ്കിൽ ആ ദൂതൻ നബി തങ്ങൾക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അതിൽ വലിയ എന്തോ രഹസ്യം അടങ്ങിയിട്ടുണ്ട്, അതാർക്കും അറിയില്ല. നബി തങ്ങൾ ആ കത്ത് ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് അതിങ്ങനെ തുറന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചു നോക്കുക. എന്താ കാരണം? വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് وما كنت تتلو من قبله من كتاب ولا تخطه بيمينك إذا لارتاب المبطلون صلى الله على محمد صلى الله عليه وسلم. ഖുർആൻ പറഞ്ഞ പോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കാൻ അറിയില്ല, എഴുത്തും വായന അറിയില്ല. ഇതിനു മുമ്പ് ഒരു കിതാബ് നിങ്ങൾ വായിച്ചിട്ടില്ല നബിയെ, ഒരു അക്ഷരം പോലും അങ്ങയുടെ കൈ കൊണ്ട് എഴുതിയിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നബി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചു നോക്കി, ഇതെന്താന്ന് തിരിയുന്നില്ല റസൂലുള്ളാഹി. പാവല്ലേ. പെട്ടെന്ന് തന്നെ ചരിത്രത്തിൽ കാണാൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അടുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹമാണ് റസൂലുള്ളാഹിക്ക് ഈ പ്രധാനപ്പെട്ട വിവരം വായിച്ച് കൽപ്പിക്കുന്നത്. നബി തങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായി. ഉബയ്യ് ഇബ്നു കഅബിനോട് വാർത്ത മറച്ചു വെക്കാൻ പറഞ്ഞു, ആരെ അറിയിക്കില്ലെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു മദീനത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഖുബ, പോയവർക്കൊക്കെ പരിചയം ഉണ്ടാവും.
നബി തങ്ങൾ ഓടി മദീനത്തേക്ക് വന്നു. സഹാബാക്കളിൽ പ്രധാനപ്പെട്ട ആളുകളുമായി ഒറ്റക്കൊറ്റക്ക് നബി തങ്ങൾ ചർച്ച നടത്തി. അവരുടെ മശൂറകൾ, അഭിപ്രായങ്ങളൊക്കെ അറിയാൻ തുടങ്ങി. ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? ചൊവ്വാഴ്ച. അങ്ങനെ സഹാബാക്കളുമായിട്ടൊക്കെ മശൂറ ചെയ്തു. ബുധനാഴ്ച ആകുമ്പോഴത്തേക്ക് ഏകദേശം മദീനയിലെ ആളുകളൊക്കെ ഈ വിവരങ്ങൾ ഇങ്ങനെ അറിയാൻ തുടങ്ങി. അപ്പോൾ മദീന ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഏതായാലും വരുന്നുണ്ട്, അവർ വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് വരുന്നത്. പക്ഷേ സാധാരണഗതിയിൽ അന്ന് അറേബ്യയിലുണ്ടായിരുന്ന ഒരു രീതി, വലിയൊരു സൈന്യം വരുമ്പം അതിന് മുന്നോടിയായിട്ട് ആ സൈന്യത്തിൽ നിന്നുള്ള ചെറിയ ടീമിനെ ഇവർ അയക്കും. അവർ രഹസ്യമായിട്ട് വന്ന് ശത്രു രാജ്യത്തുള്ള നേതാവിനെയും മറ്റുമൊക്കെ അപായപ്പെടുത്താനും കൊല ചെയ്യാനൊക്കെ ശ്രമിക്കും. അങ്ങനെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് വലിയ സൈന്യം എത്താൻ എന്തായാലും ഒരാഴ്ച പിടിക്കും. പക്ഷേ ചെറിയ ടീമിനെ അവർ പെട്ടെന്ന് തന്നെ അയക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് റസൂലുള്ള മദീനയുടെ സെക്യൂരിറ്റി കുറച്ചുകൂടി ശക്തമാക്കി. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ് കേട്ടോ. ഏകദേശം 50ഓളം വരുന്ന ശക്തരായ സഹാബാക്കളെ റസൂലുള്ള മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഏൽപ്പിച്ചു. ആരാ മുഹമ്മദ് ബിൻ മസ്ലമ? തൊട്ടു മുമ്പ് നമ്മൾ യഹൂദികളുടെ നേതാവ് കഅബ് ബിൻ അഷ്റഫിനെ അയാളുടെ കോട്ടക്കകത്ത് കയറി കൊലപ്പെടുത്തിയ ആളില്ലേ, നമ്മുടെ ധീരനായകൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 50ഓളം വരുന്ന സഹാബാക്കളെ ഏൽപ്പിച്ചു. അതേപോലെ റസൂലുള്ളാഹിക്കെതിരെ ആക്രമണം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അൻസാരികൾപ്പെട്ട നബി തങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന സഅദ് ബിൻ മുആദ്, ഉസൈദ് ബിൻ ഹുലൈർ, സഅദ് ബിൻ ഉബാദ തുടങ്ങിയ സഹാബാക്കൾ എപ്പോഴും മസ്ജിദ് നബവിൻ്റെ 4 വാതിൽക്കലും ഇങ്ങനെ കാവലുണ്ടാവുന്ന, എപ്പോഴും ഇങ്ങനെ ജാഗരൂകർ. അപ്പോൾ മദീനത്ത് മൊത്തവും ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി, ആളുകൾ വരുന്നു. അപ്പം അങ്ങനെ ഏകദേശം ബുധനാഴ്ചയായി, അല്ലെങ്കിൽ ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച ആയപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സഹാബാക്കളെയും വിളിച്ച് മശൂറ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ള അവർക്ക് നബി തങ്ങൾ കണ്ട ഒരു സ്വപ്നം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി ഖദ് റഅയ്തു വല്ലാഹി ഖൈറൻ, ഞാനൊരു സ്വപ്നം കണ്ടു, അള്ളാഹുവാണ്, അത് ഖൈറാണ്. എന്താ കണ്ടത്? റഅയ്തു ബഖറൻ യുദ്ബഹ്, ഒരു പശു അറുക്കപ്പെടുന്നതായിട്ട്. രണ്ടാമത് വറഅയ്തു ഫീ ദുബാബി സൈഫി സൽമൻ, എൻ്റെ വാളിൻ്റെ അഗ്രഭാഗത്ത് ചെറിയൊരു പൊട്ട് ഞാൻ കണ്ടു. വറഅയ്തു അന്നി ഖദ് അദ്ഖൽതു യദി ഫീ ദിർഇൻ ഹസിന, മൂന്നാമത് റസൂലുള്ള കണ്ടത് ഒരു ശക്തമായ പടച്ചട്ടയിൽ നബിതങ്ങളുടെ കൈ ഇങ്ങനെ ഇട്ടതായിട്ടും സ്വപ്നം കണ്ടു. അപ്പം അതിനെ നബിതങ്ങൾ തന്നെ വിശദീകരിച്ചു കൊടുത്തു. അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? അറുക്കപ്പെടുന്ന പശു എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് മുഅ്മിനീങ്ങൾ കൊല ചെയ്യപ്പെടുന്നു എന്നാണ്, ഷഹാദത്ത് വരിക്കും. നബിതങ്ങൾ പറഞ്ഞു, അങ്ങനെ അവരെ ഷഹാദത്ത് വരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഖൈറാണ്, ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, അതിലാരും ബേജാറാവേണ്ട. രണ്ടാമത്തേത് എൻ്റെ വാളിലുള്ള ചെറിയ പൊട്ട്, അതിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് എൻ്റെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട, എൻ്റെ സ്വന്തക്കാരിൽപ്പെട്ട ഒരാൾ ഇൻഷാ അല്ലാഹ് ഷഹീദാവും, വധിക്കപ്പെടും. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. മൂന്നാമത് ഞാനൊരു ശക്തമായ പടയെങ്കിൽ ഇങ്ങനെ കൈയിട്ടു എന്ന് പറയുന്നില്ലേ, അതിൻ്റെ വ്യാഖ്യാനം അത് മദീനയാണ്. അതായത് മദീനക്ക് യാതൊരു കേടുപാടും സംഭവിക്കൂല, അത് ശക്തമായി തന്നെ നിലനിൽക്കും. ഈ സ്വപ്നം കണ്ടു, ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹിയാണ്. അപ്പോൾ ഈ സ്വപ്നം ഇങ്ങനെ കണ്ടതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, എൻ്റെ അഭിപ്രായം നമ്മൾ ഒരിക്കലും ശത്രുക്കളുടെ അടുക്കലേക്ക് അങ്ങോട്ട് പോകണ്ട. അവർ ഏകദേശം വന്ന് ഉഹദിൻ്റെ ഭാഗത്തേക്കാണ് അടുക്കുന്നതെന്ന് മനസ്സിലായി. നമ്മൾ അവരെ ആക്രമിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് മദീന പട്ടണത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാം. അഥവാ ഇനി അവരവിടെ തങ്ങിയിട്ട് അവിടെ തന്നെ കഴിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം കഴിയാൻ കഴിയില്ല, ഭക്ഷണ സാധനങ്ങളൊക്കെ തീരുമ്പോൾ അവർ കഷ്ടപ്പെടും, അവർ ഒന്നുകിൽ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അഥവാ അവർ മദീനയെ ആക്രമിക്കാൻ വന്നാൽ ഇതിൻ്റെ മദീനയുടെ അകത്തുള്ള വഴിയോരങ്ങളിൽ നമുക്ക് അവരുമായിട്ട് ഏറ്റുമുട്ടാം. അതിൻ്റെ പ്ലസ് പോയിന്റ് എന്താ? ഒന്ന്, നമുക്ക് ഈ വഴി നന്നായി അറിയാം, നമുക്കറിയാവുന്നതുപോലെ അവർക്കറിയില്ല, നമുക്ക് പതുങ്ങിയിരുന്നും പമ്മിയിരുന്നും ഒക്കെ അവരെ ആക്രമിക്കാൻ പറ്റും. രണ്ടാമത്, വീട്ടിൻ്റെ മുകളിൽ നിന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും കല്ലും മറ്റും എറിഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ നമ്മളോടുകൂടെ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും എണ്ണത്തിൽ നമ്മൾ അവരുടെ കൂടെ എത്തൂലെങ്കിലും സ്ത്രീകളും കുട്ടികളൊക്കെ കൂടുമ്പോൾ ഏകദേശം എണ്ണം സമാസമാവും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം എന്തായിരുന്നു? ഉഹദിലേക്ക് പോകേണ്ട, മദീനത്ത് തന്നെ ഇരുന്നിട്ട് അവരിങ്ങോട്ട് വിളിക്കുക എന്നുള്ളതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ അഭിപ്രായത്തിൽ പ്രധാനപ്പെട്ട സഹാബാക്കൾ ഒന്നിച്ചു. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൻ എന്ന മുനാഫിക്കിൻ്റെ നേതാവ് നബിതങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് ആ വിഷയത്തിൽ. അത് ഖൈർ കണ്ടുകൊണ്ടൊന്നുമല്ല, അങ്ങനെ മദീനയുടെ ഉള്ളിൽ തന്നെ നിന്നിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഓനിക്കും അവൻ്റെ കൂട്ടർക്ക് അവിടെ വിളിച്ചിക്കാം, വീട്ടിൻ്റെ ഉള്ളിൽ വിളിച്ചിക്കാമല്ലോ, യുദ്ധത്തിൽ ഇറങ്ങട്ടല്ലോ, മറ്റേതാകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ആൾ കാണൂലേ. അതുകൊണ്ടായിരുന്നു അവൻ അതിനോട് യോജിച്ചത്. പക്ഷേ അവൻ്റെ യഥാർത്ഥ നിറം പിന്നീട് വെളിവാകുന്നുണ്ട്, അവനും യോജിച്ചു. അപ്പോൾ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ നബിതങ്ങൾ ഇങ്ങനെ ഈ അഭിപ്രായം പുറത്തു പറഞ്ഞതും കുറച്ച് ചെറുപ്പക്കാരായ സഹാബികൾ, പ്രത്യേകിച്ചും ബദറിൽ പോകാൻ ആഗ്രഹിച്ച് അതിന് അവസരം കിട്ടാത്ത കുറച്ച് സഹാബികൾ. നമ്മൾ പറഞ്ഞു ബദർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു യാത്രയായിരുന്നു, ഒരു ശത്രു സംഘത്തെ ഏറ്റുമുട്ടാൻ വേണ്ടിയല്ല, ഒരു കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി റസൂലുള്ള നിങ്ങളുടെ വാഹനങ്ങൾ അടുത്തുണ്ടെങ്കിൽ അതിൽ കയറി പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് പോയ ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ അധിക സഹാബാക്കൾക്കും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, 313 സഹാബാക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബദറിൽ പോകാൻ വേണ്ടിയിട്ട് അവസരം ലഭിക്കാത്ത സഹാബാക്കൾ, പ്രത്യേകിച്ചും യുവാക്കളായ ധീരന്മാരായ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, നബിയെ ഇത് പറ്റൂല,
നമുക്ക് അങ്ങോട്ട് ചെന്ന് അവരോട് യുദ്ധം നടത്താം. അവർ ഇങ്ങോട്ട് വരുന്നവരെ കാത്തു നിന്ന്, അല്ലെങ്കിൽ അവർ അതാണ് തിരിച്ചു പോയാൽ നമുക്കൊരവസരം നഷ്ടപ്പെടുമല്ലോ. സുബ്ഹാനല്ലാഹ്, എന്തിനാ അവർ ആവശ്യപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്, മരിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, കുന്നാ നതമന്ന ഹാദൽ യൗമ വനദുഅല്ലാഹ്, ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്ര ദിവസമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വനദുഅല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവോട് എപ്പോഴും ദുആ ചെയ്യുന്നത്, പടച്ചോനെ ഇങ്ങനെ ഒരു അവസരം തരണേന്നായിരുന്നു. ഫഖദ് സാഖഹു ഇലൈന വഖറബൽ മസീർ, അള്ളാഹു ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ദിവസം കൊണ്ടുവന്ന് തന്നിട്ട് പുറപ്പെടാൻ സമയമായപ്പോൾ അങ്ങ് വേണ്ടാന്ന് പറയോ. ഉഖ്റുജ് ഇല അദായിന, നബിയെ ഞങ്ങളെയും കൊണ്ട് ഒന്ന് ശത്രുക്കളുടെ അടുക്കലേക്ക് പോകും, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള അവസരം എന്താ. ചില സഹാബാക്കൾ വന്നിട്ട് പറഞ്ഞ്, ലാ തുഹ്രിംനൽ ജന്ന, നബിയെ ഞങ്ങൾക്ക് ജന്നത്ത് സ്വർഗം അങ്ങ് നിഷേധിക്കല്ലേ, അങ്ങ് തടയല്ലേ, ഞങ്ങൾക്ക് അവസരം തരണേ എന്ന് പറഞ്ഞു സഹാബാക്കൾ നബി തങ്ങളോട് പലതും ആവശ്യപ്പെട്ടു. ഇങ്ങനെ പുറപ്പെടണമെന്ന് ആവശ്യപ്പെട്ടവരിൽ വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, വല്ലദി അൻസല അലൈക്കൽ കിതാബ്, അള്ളാഹു ആണ് സത്യ നബിയെ, ലാ അത്അമു തആമ, ഞാൻ ഇനി ഭക്ഷണം കഴിക്കുകയില്ല, ഹത്താ ഉജാലിദഹും ബിസൈഫി ഖാരിജൽ മദീന, മദീനയുടെ പുറത്ത് എൻ്റെ ഈ വാളുകൊണ്ട് നേർക്കുനേർ അവരുമായി പോരാട്ടം നടത്തുന്നവരെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂല എന്ന് അദ്ദേഹം നബിതകളുടെ മുമ്പിൽ വന്നിട്ട് ശപഥം ചെയ്തു. ചരിത്രത്തിൽ കാണാം. അതിനുശേഷം വ്യാഴം, വെള്ളി, ശനി 3 ദിവസം അദ്ദേഹത്തിന് നോമ്പായിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ ശനിയാഴ്ച ദിവസം അദ്ദേഹം ഷഹീദാകുമ്പം നോമ്പുകാരനായിട്ടായിരുന്നു അദ്ദേഹം ചെയ്തത്. കാരണം ശനിയാഴ്ച രാവിലെയാണ് യുദ്ധം നടന്നതെന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് ശവ്വാൽ എത്രയാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശനിയാഴ്ചയാണ് രാവിലെയാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കൂല നബി എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയുള്ള സഹാബാക്കളൊക്കെ ഭയങ്കര നിർബന്ധം പിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഈ നബിതങ്ങൾക്ക് ഇവരുടെ ആവേശവും ആഗ്രഹമൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നബിതങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ സഹാബാക്കൾ നബിതങ്ങളുടെ മുമ്പിലൂടെ വാളുകൾ കൊണ്ടിങ്ങനെ വന്നിട്ട് പ്രദർശനം നടത്തുന്ന, അങ്ങോട്ടിങ്ങനെ വെട്ടൽ, ഇങ്ങോട്ട് ഇതാക്കൽ, ഒരു കോലുകളി പോലെ സഹാബാക്കൾ നബിതങ്ങൾക്ക് ആവേശം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രദർശനം നടത്തിയിരുന്നു എന്നാണ്. പിന്നെ ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് ശരിക്കും ഓർമ്മ വേണം. അതായത് 3000 പേര് സർവ്വസന്നാഹങ്ങളോടും കൂടി ഒരു വർഷത്തെ പ്രിപ്പറേഷനിൽ സമ്പത്തൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ ആക്രമിക്കാൻ വേണ്ടി വരിക. നമ്മൾ 1000 പേര് പോലും തികച്ചില്ല, എല്ലാത്തിലും നമ്മൾ ബാക്കോട്ടാണ്. ഈ സമയത്ത് പേടിച്ചരണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഒരുങ്ങിക്കൂടേണ്ട സഹാബാക്കൾ എങ്ങനെയും തങ്ങളുടെ നേതാവ് പുറപ്പെടണ്ടെന്ന് പറയുമ്പോൾ പോലും അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി ആവശ്യം കാണിക്കാം. അതുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, അൽ മുഅ്മിനൂൻ ലാ യഖാഫൂന ഇല്ലൽ ജബ്ബാർ, മുഅ്മിനീങ്ങൾ ജബ്ബാറായ അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും പേടിക്കൂല എന്നാണ്. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, നമ്മൾ സാധാരണ അല്ലാഹു അക്ബർ എന്ന് ആവർത്തിച്ച് പറയുന്നവരാണ്. ഒരു റക്അത്തിൽ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്? 5 or 6 പ്രാവശ്യം പറയുന്നുണ്ട്. 2 റക്അത്തുള്ള നമസ്കാരത്തിൽ ഏകദേശം 11 പ്രാവശ്യം നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ആവർത്തിക്കുന്നുണ്ട്. 4 റക്അത്തുള്ള നമസ്കാരത്തിൽ 22 പ്രാവശ്യം നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ആവർത്തിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു അക്ബർ, ഏറ്റവും വലിയവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ, നമ്മുടെ പ്രതിസന്ധിയേക്കാൾ, നമ്മുടെ പ്രയാസങ്ങളെക്കാൾ, നമ്മുടെ ശത്രുക്കളെക്കാൾ, അവരുടെ കൂടെയുള്ള വലിയ വലിയ കോർപ്പറേറ്റ് ഭീമന്മാരെക്കാളൊക്കെ വലിയവനാരാ? അള്ളാഹു ആണെന്ന് ആവർത്തിച്ച് പറയുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയെല്ലാം ചെറുതാണ്. അവരെന്ത് വലിയ ആയുധമായിട്ട് വന്നാലും നമുക്ക് വലുതാരാ? അള്ളാഹു. ആ അള്ളാഹുവിനെയാണ് നമ്മൾ കൂടെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാ യഖാഫൂന ഇല്ലൽ ജബ്ബാർ, ജബ്ബാറായ റബ്ബിനെ അല്ലാതെ അവർ പേടിക്കൂലാണ്. അപ്പോൾ സഹാബാക്കൾ ഇങ്ങനെ നബിതങ്ങളുടെ മുന്നിൽ അവരുടെ ആവേശവും ഇതൊക്കെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം വ്യാഴാഴ്ച കഴിഞ്ഞു. സഹാബാക്കൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക, എന്താ അഭിപ്രായം എന്നറിയില്ല. വെള്ളിയാഴ്ച ജുമാക്ക് എല്ലാ സഹാബാക്കളും പ്രതീക്ഷയോടുകൂടി പള്ളിയിൽ ഒരുമിച്ച് കൂടി. ജുമാക്ക് നബിതങ്ങൾ വളരെ മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള പ്രസംഗം, ഖുതുബ നടത്തി. നബിതങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി, ഒന്നും മിണ്ടിയില്ല. അസർ സുമ്മ സല്ല ബിന്നാസി അൽ അസർ, അസർ നമസ്കാരത്തിന് നബിതങ്ങൾ വന്നു. ജനങ്ങളെ കൊണ്ട് അസർ നമസ്കരിച്ചു. വലിയൊരു സംഘം തന്നെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും തയ്യാറായിട്ട് വന്നു. മദീനയുടെ അകത്താണെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണല്ലോ, തയ്യാറായിട്ട് വന്നു. ദൂരത്തുള്ള ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. അസർ നമസ്കരിച്ച് കഴിഞ്ഞ് നബിതങ്ങൾ വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. നബിതങ്ങളുടെ കൂടെ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹും അവരും ഉണ്ടായിരുന്നു. ഫഅമ്മമാഹു അൽ ബസ, അവർ രണ്ടുപേരും നബിതങ്ങൾക്ക് വസ്ത്രം എടുപ്പിച്ചു കൊടുത്തു. തലപ്പൊക്കെ റസൂലുള്ളാഹി കെട്ടി. ഫതദജ്ജജ ബിൽ സലാഹിഹി, നബിതങ്ങൾ ആയുധങ്ങളൊക്കെ കയ്യിലെടുത്തു. വലാഹറ ബൈന ദിർഐൻ, ശവ്വാലിൻ്റെ ആദ്യ പകുതിയിൽ വെള്ളിയാഴ്ച അസറിന് ശേഷം, ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, അസറിന് ശേഷം റസൂലുള്ളാഹി 2 ദിർഅകൾ ധരിച്ചു എന്നാണ്. പടച്ചട്ട ഒന്നിട്ടിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ തന്നെ വലിയ അടങ്ങേറുണ്ട്. കാരണം ഇത് ഇരുമ്പിൻ്റെ സാധനമാണ്, സാധാരണ പ്ലാസ്റ്റിക് കൊണ്ടുള്ള സാധനം, ഇരുമ്പിൻ്റെ സാധനം. നബിതങ്ങളുടെ ധീരതയും ആവേശവും യുദ്ധത്തിലുള്ള ഇതും കാണിക്കാൻ വേണ്ടി നബിതങ്ങൾ 2 പടച്ചട്ട ഒരുമിച്ചിട്ടു എന്നാണ്.
ആ 2 പടച്ചിട്ട് ഇട്ടിട്ട് വാളും ഊരിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ മുന്നിലേക്ക് വന്നു. ഇനി തീരുമാനമായി, ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല, പുറപ്പെടാമെന്നുള്ള സൂചനയായിട്ട്. അപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ വാളൊക്കെ ആയിട്ട് പുറത്ത് വന്നപ്പോൾ സഹാബാക്കൾക്ക് ഒരു വിഷമമായി. നിബിതങ്ങളുടെ അഭിപ്രായം ഇവിടെ തന്നെ നിൽക്കണമെന്നായിരുന്നു. പക്ഷെ നമ്മൾ ആ അഭിപ്രായത്തിനെതിരായിട്ട് ചാടിക്കറി അങ്ങോട്ടേക്ക് കുറേ അഭിപ്രായം പറഞ്ഞ് ആവേശം കാണിച്ചിട്ട് റസൂലുള്ളാഹി എന്തോ ഒരു വെറുപ്പ് പിടിച്ചിട്ട് ഇറങ്ങിയ പോലെ ഉണ്ട്, ഇഷ്ടമല്ലാണ്ട് ഇറങ്ങിയ പോലെ ഉണ്ട്. നമ്മൾ ആ ചെയ്തത് ശരിയായില്ല. അങ്ങനെ ഉണ്ടല്ലോ, പോട്ടെ നമുക്കൊക്കെ സാധാരണ വരുന്ന അനുഭവം, പോട്ടെ 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 എന്നൊക്കെ ഉപ്പാരോട് കുറേ അനുവാദം ചോദിച്ചു ലാസ്റ്റ് വെറുപ്പ് പിടിച്ച് ഞാൻ പോയിക്കോ എന്ന് പറയുമ്പോൾ വെറുപ്പ് പിടിച്ച് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പോകുന്നില്ല, നിങ്ങൾ ഇഷ്ടം പോലെ തന്നെ, ഞാൻ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നതല്ലോ. സഹാബാക്കൾക്കും സെയിം ഫീലിംഗ് തന്നെ. എന്നാൽ പിന്നെ നമുക്ക് വേണ്ട, റസൂലുള്ളാഹിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇവിടെ തന്നെ നിന്ന് കളയാം എന്ന് സഅദ് ബിൻ മുആദിനെ പോലുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരൊക്കെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ കുറച്ച് സഹാബാക്കൾ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, അങ്ങയുടെ അഭിപ്രായം നടക്കും. ഞങ്ങൾ ആവേശം കാണിച്ചു, എടുത്തു ചാടി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം പറഞ്ഞു, മാ യംബഗി ലിനബിയ്യിൻ ഇദാ ലബിസ ലഅമതഹു അൻ യളഅഹ. ഞങ്ങൾ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ, ആയുധങ്ങളൊക്കെ ധരിച്ച് പടച്ചട്ടയൊക്കെ അണിഞ്ഞ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയാൽ പിന്നെ അള്ളാഹു നമുക്കിടയിൽ തീരുമാനമാക്കുന്നതിന് മുമ്പ് അതിനെ അയച്ചു വെക്കൽ ഞങ്ങൾക്ക് ചേർന്നതല്ല. ഞങ്ങൾ അമ്പിയാക്കൾ, ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള അമ്പിയാക്കളും ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ അത് പൂർത്തിയാക്കിയിട്ട് മാത്രമേ തിരിച്ചു വരൂ, ഇനി രക്ഷയില്ല. അതായിരുന്നു റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഒരു ആദർശം അടിസ്ഥാനമുള്ള ആളായിരുന്നു. ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അല്ല, അത് ഇറങ്ങിയാൽ അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഇനി തിരിച്ചു വരൂ, അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സഹാബാക്കളൊക്കെ കൂട്ടി അസർ നമസ്കാരത്തിന് ശേഷം പതുക്കെ ഇങ്ങനെ പുറപ്പെട്ടു. നബി തങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരായിട്ടായിരുന്നേ? അവർ 3000 പേരാണെങ്കിൽ പുറപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ കൂട്ടത്തിൽ 1000 പേരാണ് ഉള്ളത്. അവർ 700 പടച്ചട്ട അണിഞ്ഞവരാണ് ഉള്ളതെങ്കിൽ റസൂലുള്ളാഹിൻ്റെ കൂട്ടത്തിൽ എത്ര പേരേ ഉള്ളൂ? 100 പേരേ ഉള്ളൂ പടച്ചട്ട അണിഞ്ഞവരും. അവരുടെ കൂട്ടത്തിൽ എത്ര കുതിരകളുണ്ടായിരുന്നു? 200 കുതിരകളുണ്ടായിരുന്നു. നബി തങ്ങളുടെ കൂട്ടത്തിൽ ഒറ്റ കുതിരയില്ല. ഇമാം വാഖിദി റഹിമഹുല്ലയുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ സീറയിൽ വരുന്ന, അദ്ദേഹത്തിൻ്റെ കിതാബിൽ വരുന്നത് 2 കുതിരകളുണ്ടെന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല 50 കുതിരകളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞത് അത് തെറ്റാണ്. പ്രധാനപ്പെട്ട അഭിപ്രായം ഒരു കുതിര ഉണ്ടായിരുന്നില്ല. ഇനി വാഖിദി റഹിമഹുല്ലയുടെ അഭിപ്രായം എടുത്താൽ തന്നെ എത്ര കുതിരയുള്ളത്? 2 കുതിരയാണ് ഉള്ളത്. മനസ്സിലായോ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറിയ സൈന്യവുമായിട്ട് മറ്റേ സൈന്യത്തെ വെച്ച് നോക്കുമ്പം താരതമ്യേന ഈ ചെറിയ സൈന്യവുമായിട്ട് നബിതങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ ബദറിലും പറഞ്ഞു, മദീനത്ത് നിന്ന് പുറപ്പെട്ട ഉടനെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്ത് റസൂലുള്ളാഹി തമ്പടിച്ചിരുന്നു ബദർ യുദ്ധത്തിൽ. ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി തമ്പടിച്ചത് ഇന്ന് ഹിജാസ് റെയിൽവേ സ്റ്റേഷനും മ്യൂസിയം ഒക്കെ ഉള്ള സ്ഥലത്തായിരുന്നു, തൊട്ടടുത്ത് തന്നെ. പക്ഷേ ഉഹദിലേക്ക് പോകുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മദീനയിൽ നിന്ന് കൂടെ വന്ന എല്ലാവരെയും കൂട്ടിയിട്ട് പുറപ്പെട്ട ഉടനെ തന്നെ അടുത്തൊരു സ്ഥലത്ത് തമ്പടിച്ചു. ഇന്ന് മസ്ജിദു ഷൈഖൈൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, അവിടെ ഒരു പള്ളിയൊക്കെ ഇന്നുണ്ട്. ആ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഉംറക്ക് പോയാൽ മദീന കറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഉഹദിലേക്ക് പോകുന്ന സമയത്ത് നമുക്കിത് കാണിച്ചു തരും. അപ്പോൾ ഗൈഡ് നമുക്ക് പറഞ്ഞു, ഇതാ മസ്ജിദു ഷൈഖൈൻ എന്ന് പറഞ്ഞു തരുമ്പം ഈ ചരിത്രം നമ്മൾ ഓർത്താൽ മതി. മസ്ജിദു ഷൈഖൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ റസൂലുള്ളാഹി തമ്പടിച്ചു. അവിടെ ഇറങ്ങിയിട്ട് സൈന്യത്തെയൊക്കെ ക്രമീകരിക്കാൻ വേണ്ടി തുടങ്ങി. സൈന്യത്തെ 3 ടീമായിട്ട് റസൂലുള്ളാഹി മാറ്റി. ഒന്ന് മുഹാജിരീങ്ങളുടെ ടീം, അവരുടെ കൊടി ആർക്കാ കൊടുത്ത്? മുസ്അബ്, കൊടിയുടെ കളറ് കറുപ്പ് കളറായിരുന്നു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത്. രണ്ടാമത് ഔസ് ഗോത്രത്തിൻ്റെ, അൻസാരികൾപ്പെട്ട ഔസ് ഗോത്രത്തിൻ്റെ ടീം, അവരുടെ കൊടി ആർക്കാ കൊടുത്ത്? ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ടീം ഖസ്റജ് ഗോത്രത്തിൻ്റെ ടീം, അവരുടെ കൊടി ആർക്കാ കൊടുത്തത്? ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ടീമിനെയൊക്കെ 3 ടീമാക്കി തിരിച്ചു. അതേപോലെ തന്നെ സൈന്യത്തിൻ്റെ കൂടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളിൽ പലരെയും റസൂലുള്ളാഹി തിരിച്ചയച്ചു. അവരിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ നമ്മൾ കേൾക്കുന്നില്ലേ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. അതേപോലെ തന്നെ സെയ്ദ് ബിൻ അർക്കം, സെയ്ദ് ബിൻ സാബിത്ത്, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു. നമ്മൾ സാധാരണ ഹദീസൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും അബൂ സഈദുൽ ഖുദരി എന്ന് കേൾക്കുന്നത്. ആ സഹാബിയൊക്കെ 14-15 വയസ്സുള്ള സഹാബിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, ഉഹദ് യുദ്ധത്തിൻ്റെ ഒക്കെ സമയത്ത്. ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചു. ഈ തിരിച്ചയച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു റാഫി ഇബ്നു ഖദീജ് റളിയല്ലാഹു അൻഹു. എന്താ പേര് മറന്നുവല്ലേ? റാഫി ഇബ്നു ഖദീജ്. ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി റസൂലുള്ളാഹി തിരിച്ചയച്ചു. 14-15 വയസ്സേ ഉള്ളൂ. ഇദ്ദേഹം നേരെ ഇദ്ദേഹത്തിൻ്റെ കൊച്ചാപ്പയുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞ്, കൊച്ചാപ്പ എന്നെ റസൂലുള്ളാഹി, അദ്ദേഹം സഹാബിയാണ്, എന്നെ റസൂലുള്ളാഹി തിരിച്ചയച്ചു. പക്ഷേ എനിക്ക് പ്രത്യേക ഒരു ടാലൻ്റ് ഉണ്ട്. എന്താ ടാലൻറ്റ്? എനിക്ക് കുന്തം എറിയാൻ ഭയങ്കരമായിട്ട് അറിയാം. ആ വിഷയത്തിൽ, ആ കഴിവിൽ ഈ പ്രായമുള്ള അധികം ആളുകളെയും ഞാൻ മറികടക്കും. അവരെക്കാട്ട് എനിക്ക് കഴിവുണ്ട്. അതുകൊണ്ട് അതൊന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടി കൂട്ടത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പറയണം. പ്രായത്തിൽ കമ്മിയാണെങ്കിലും കഴിവിൽ ഞാൻ ഭയങ്കരമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചാപ്പ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. ഇന്നഹു റാമിൻ, അവൻ നല്ല എറിയാൻ അറിയുന്നവനാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഴിവിനെ നോക്കിയിട്ട് അത് യുദ്ധത്തിൽ ഉപകാരപ്പെടുമെന്ന് അറിഞ്ഞപ്പം റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹുവിന്
അനുവാദം കൊടുത്തു. അദ്ദേഹത്തിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ചെറിയ കുട്ടികളൊക്കെ നമ്മളോട് ഒരു കാര്യം ചോദിച്ച് അനുവാദം കിട്ടിയാൽ പിന്നെ തുള്ളിച്ചാടിയിട്ട് പോവുമല്ലോ. അങ്ങനെ അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടിയിട്ട് തിരിച്ചുപോയി. ഇതാര് കണ്ടു? സൈന്യത്തിൽ തന്നെ പെട്ട, കുഞ്ഞായതിൻ്റെ പേരിൽ, പ്രായമില്ലാത്തതിൻ്റെ പേരിൽ റസൂലുള്ളാഹി തിരിച്ചയച്ച സമുറ ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി ഇത് കണ്ടു. റാഫി ഇബ്നു ഖദീജ ഭയങ്കര സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി വരുന്നു. എന്താ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി എനിക്ക് അനുവാദം നൽകി എന്ന് പറഞ്ഞു. ഇയാൾക്ക് ഭയങ്കര വിഷമമായി റളിയല്ലാഹു അൻഹു. സമുറ ഇബ്നു ജുന്ദുബ് തൻ്റെ ഉമ്മയുടെ ഭർത്താവ്, രണ്ടാം ഉപ്പ മരിച്ചതിന് ശേഷം ഉമ്മ വിവാഹം കഴിച്ച ആൾ, മുർരി ഇബ്നു സിനാൻ എന്ന സഹാബിയുടെ പേര്. ആ സഹാബിയാണ് ഈ സമുറ ഇബ്നു ജുന്ദുബിനെ റളിയല്ലാഹു അൻഹു വളർത്തിയത്. ഈ മുർരി ഇബ്നു സിനാൻ എന്ന് പറഞ്ഞാൽ തൻ്റെ രണ്ടാം ഉപ്പയുടെ അടുക്കലേക്ക് ഓടിപ്പോയി കരഞ്ഞിട്ട് പറഞ്ഞു, യാ അബതി, ഉപ്പാ, അജാസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാഫിഅൻ വറദ്ദനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റാഫിന് അനുവാദം കൊടുത്ത് എനിക്ക് അനുവാദം തന്നില്ല. കരഞ്ഞുകൊണ്ട് പറയാ, എന്നെ തിരിച്ചയച്ച്. വേണമെങ്കിൽ അവനിലുള്ള പ്രത്യേക കഴിവ് കൊണ്ടല്ലേ റസൂലുള്ളാഹി അവനെ കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ വഅൻ അസ്റഉ റാഫിയൻ, ഞാൻ വേണമെങ്കിൽ ഒരു ഗുസ്തി മത്സരം നടത്തിയിട്ട് റാഫിനെ തോൽപ്പിച്ചിട്ട് എനിക്കതിനേക്കാൾ കഴിവുണ്ടെന്ന് ഞാൻ തെളിയിക്കാം റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ. ഇതിപ്പോൾ എവിടെയാണ് നടക്കുന്നത്? മസ്ജിദ് ഷെയ്ഖൈനില്ല. അങ്ങനെയാണെങ്കിൽ എന്നെയും കൂടെ കൂട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് ശുപാർശ ചെയ്യണം. അവന് വേണ്ടിയിട്ട് അവൻ്റെ കൊച്ചാപ്പയിലെ ശുപാർശ ചെയ്ത്, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ എൻ്റെ ഉപ്പയില്ല, എൻ്റെ ഉപ്പയുടെ സ്ഥാനത്ത് ഞാൻ നിങ്ങളെയാണ് കണ്ടിട്ടുള്ളത്, നിങ്ങളൊന്ന് വന്ന് ശുപാർശ ചെയ്യണേ. അങ്ങനെ മുർരി ഇബ്നു സിനാൻ റാഫിബിനെ സമുറ ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി. സഹാബാക്കൾ ഒരു സംഭവങ്ങളല്ല, ഇവരൊക്കെ മനുഷ്യന്മാരാണോ എന്ന് സംശയമാകുക. നബി തങ്ങളോട് പോയി പറഞ്ഞു, നബിയെ ഇങ്ങനെ റാഫി ഇബ്നു ഖദീജനെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പേരിലാണ് കൊണ്ടുപോയെങ്കിൽ ദാ എൻ്റെ മോൻ ഇവനും നല്ല കഴിവുള്ളവനാണ്, ഇവനെയും റസൂലുള്ളാഹി കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ തെളിവ്? വേണമെങ്കിൽ ഗുസ്തി മത്സരം നടത്താം, അതിൽ വിജയിക്കുകയാണെങ്കിൽ അങ്ങ് കൂടെ കൂട്ടണം. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, തസാറ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗുസ്തി മത്സരം നടത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 1000-ഓളം വരുന്ന ആളുകളുടെ മുന്നിൽ രണ്ട് കുട്ടികൾ തമ്മിൽ മൽപ്പിടുത്തത്തിന് വേണ്ടി തയ്യാറാകും. ഒരു ഭാഗത്ത് റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു, മറുഭാഗത്ത് സമുറ ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും തമ്മിൽ ഗുസ്തി മത്സരം നടത്തി. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ മത്സരം നടന്നു. അവസാനം സമുറ റളിയല്ലാഹു അൻഹു റാഫി റളിയല്ലാഹു അൻഹു മറിച്ചിട്ടിട്ട് തനിക്കും കഴിവുണ്ട് എന്ന് തെളിയിച്ചു. അതോടുകൂടി റസൂലുള്ളാഹി രണ്ടുപേർക്കും ഉഹദിൽ രണാങ്കണത്തിൽ പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള അനുവാദം നൽകി. അവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ പുറപ്പെടാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ ഇങ്ങനെ കുട്ടികളെയൊക്കെ തിരിച്ചയച്ചു. അന്ന് അസർ, മഗ്രിബും ഇശായും ഒക്കെ അവിടെ തന്നെ നമസ്കരിച്ചു. റസൂലുള്ളാഹി ഇശ കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് എല്ലാവരോടും കുറച്ച് ഉറങ്ങാൻ പറഞ്ഞു. കാരണം നബിതങ്ങൾക്കിനി പോകേണ്ടത്, ഭയങ്കര പ്ലാനിങ്ങാണ് റസൂലുള്ളാഹിൻ്റെ. നബിതങ്ങൾക്കിനി പോകേണ്ടത് ശത്രുക്കളെയും കടന്ന് ഉഹദിൻ്റെ തൊട്ടടുത്തേക്ക് പോകണം, മലയുടെ അടുക്കലേക്ക് പോകണം. അപ്പോൾ ഈ ശത്രുക്കൾ 3000-ഓളം പേരുന്ന ആൾക്കാർ ഇങ്ങനെ തമ്പടിച്ചിരിക്കുകയാണല്ലോ, ഇവരൊന്നും കാണാതെ വേണം അവിടെ പോയി എത്താൻ. അപ്പോൾ അതിന് കൃത്യമായ പ്ലാനിങ് വേണം. അപ്പോൾ റസൂലുള്ളാഹി അതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ കണ്ടെത്തിയ സമയം തഹജ്ജുദിൻ്റെ രാത്രിയുടെ അവസാന സമയമായിരുന്നു. റസൂലുള്ളാഹി ഇവിടെ പെട്ടെന്ന് തന്നെ എല്ലാവരോടും വിശ്രമിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എല്ലാവരും വിശ്രമിച്ച് രാത്രിയുടെ പകുതി കഴിഞ്ഞ സമയത്ത് റസൂലുള്ളാഹി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ 1000-ഓളം വരുന്ന ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി പുറപ്പെടാൻ വേണ്ടി പോകുമ്പോഴാണ് മുനാഫിക്കീങ്ങളുടെ തനി നിറം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് മുസ്ലിമീങ്ങൾക്ക് വെളിവാക്കി കൊടുക്കുന്നത്. അതുവരെ മുനാഫിക്കുകൾ ഭയങ്കര നിസ്കാരം, ഭയങ്കര നോമ്പ്, ഭയങ്കര ആവേശം പറച്ചിൽ, നിസ്കാരത്തിൽ ഫസ്റ്റ് സഫിൽ തന്നെ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂലും ലഅനത്തുല്ലാഹി അലൈഹി ബാക്കിയുള്ള ആളുകളൊക്കെ ഫസ്റ്റ് സഫിൽ ഭയങ്കരമായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് അവരുടെ തനിനിറം മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാകുന്ന അവിടെയാണ്. അബ്ദുല്ലാഹിബ്നു സുലൂൽ എണീന്നേറ്റു. അവൻ്റെ കൂട്ടത്തിൽ ഒരു 300 ആളുകളെ അവൻ പറഞ്ഞ് റെഡിയാക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവുക. എത്ര പേരെ നേരിടാൻ പോകേണ്ടത്? 3000 പേരെ. 1000 പേര് തന്നെ കുറവാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1/3 300 പേരെയും കൊണ്ട് ഇവനൊറ്റ തിരിച്ചു പോക്കും. ഇവൻ പറഞ്ഞു, ഞങ്ങൾ എൻ്റെ അഭിപ്രായത്തെ നിങ്ങളാരും അനുസരിച്ചില്ലല്ലോ, ചെറുപ്പക്കാരായ ആളുകളുടെ അഭിപ്രായത്തെയാണ് റസൂലുള്ളാഹി സ്വീകരിച്ചത്, അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ വരൂല എന്ന് പറഞ്ഞു. 300-ഓളം പേരെയും കൂട്ടിയിട്ട് അവന് തിരിച്ചുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ട് അതിനെ വിമർശിച്ചുകൊണ്ട് പറയും, ഉഹദ് യുദ്ധത്തിൽ അള്ളാഹു മുസ്ലിമീങ്ങളിൽ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചത് തന്നെ ആരാണ് മുനാഫിക്ക്, ആരാണ് മുഅ്മിൻ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്ന് അള്ളാഹു പറയുന്നത്. വ്യക്തമായി അത് വെളിവാകുകയും ചെയ്തു, ആരാണ് മുനാഫിക്ക്, ആരാണ് മുഅ്മിൻ എന്നുള്ളത്. ഈ കൂട്ടത്തിൽ തന്നെ 2 ഗോത്രക്കാർ, ബനു സലമ ഗോത്രക്കാരും ബനു ഹാരിസ ഗോത്രക്കാർ, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ഗോത്രം, ഈ 2 ഗോത്രക്കാരും ഇവരുടെ കൂട്ടത്തിൽ തിരിച്ചു പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു. പക്ഷെ അള്ളാഹു പെട്ടെന്ന് തന്നെ അവരുടെ മനസ്സിൽ ഈമാൻ ഉറപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇവർക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അതും അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഇദ് ഹമ്മത് ത്വായിഫതാനി മിൻകും അൻ തഫ്ശല വല്ലാഹു വലിയുഹുമ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള 2 വിഭാഗങ്ങൾ തിരിഞ്ഞു പോയാലോ അല്ലെങ്കിൽ
ഭയന്നാലോ എന്ന് വിചാരിച്ചു, ബലഹീനത കാണിച്ച സമയത്ത് വല്ലാഹു വലിയുഹുമ, അള്ളാഹു അവരുടെ സഹായിയായി അവരുടെ വലിയായി കൂടെ നിന്നതുകൊണ്ട് അവരങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു പറയായിരുന്നു, ഇത് ശരിക്കും ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു മോശം ചിന്ത പുറത്തു കൊണ്ടുവന്ന ആയത്തല്ലേ, ഞങ്ങൾ വിമർശിച്ചുകൊണ്ടുള്ള ആയത്തല്ലേ. പക്ഷെ എന്നിരുന്നാലും ഈ ആയത്ത് ഇറങ്ങിയിരുന്നില്ലെങ്കിൽ എന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആയത്തുകളുടെ കൂട്ടത്തിലുള്ള ആയത്ത്. കാരണം എന്താ? വല്ലാഹു വലിയുഹുമാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് ടീമിൻ്റെയും വലിയ സഹായി അവരെ നയിക്കുന്ന ആൾ അള്ളാഹു ആണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹ് ഇടുന്നത്. അപ്പോൾ ഈ ആയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആയത്തായിരുന്നു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ തിരിച്ചു പോയില്ല. ബാക്കിയുള്ള 300 പേരെ കൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ തിരിച്ചുപോയി. ഇനിയിപ്പോൾ എത്ര പേരെ ബാക്കിയുള്ളൂ? 700 പേർ. 700 പേരെയും കൊണ്ട് ശത്രുക്കൾ ആരും അറിയാതെ റസൂലുള്ളാഹിക്ക് ഇനി ഉഹദിൻ്റെ അടുക്കലേക്ക് എത്തണം. കാരണം ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി നിന്നപ്പം ഉഹദ് മല ബാക്കിലായിരുന്നു. മദീനയിലേക്ക് തിരിഞ്ഞിട്ട് ഉഹദ് മല ബാക്കിലാക്കിയിട്ടാണ് റസൂലുള്ളാഹി നിന്നത്. ശത്രുക്കൾ ഓൾറെഡി ഉഹദിലെത്തി. നേരത്തെ ഫസ്റ്റ് എത്തുന്നത് ആരായിരുന്നു? ബദറിൽ ആരായിരുന്നു ഫസ്റ്റ് എത്തിയത്? റസൂലുള്ളാഹി ആയിരുന്നു. അവിടെ നബി തങ്ങൾക്ക് വേണ്ട സ്ഥലം തിരഞ്ഞെടുക്കാമായിരുന്നു. ഇവിടെ ഫസ്റ്റേ എത്തി. എന്നിട്ടും റസൂലുള്ളാഹി ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ശത്രുക്കളെ കൊണ്ടുവന്നു. ഇവരൊക്കെ ഈ 700 പേരെ കൊണ്ട്, 700 ചിലർക്കാരാ, ശത്രുക്കൾ കാണാതെ റസൂലുള്ളാഹി ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നബിതങ്ങൾ എത്തി. നബിതങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നബിതങ്ങൾ സൈന്യത്തെ ക്രമീകരിച്ചു. ആ ക്രമീകരണം പിന്നീട് മുസ്ലിമീങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഒരിക്കലും ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന്. പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ കഴിയാത്തത് ഈ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി ആദ്യമേ ചിന്തിച്ച് മനസ്സിലാക്കി അതിനുള്ള നടപടികൾ എടുത്തതുകൊണ്ടാണ്. ആ വിശദീകരണമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. വസല്ലല്ലാഹു വസല്ലം വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.